ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സകല ഗുരുഭ്യോ നമ. ഹരി ഓം. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം ഹരിശ്രീ ഗണപതയെ നമ. വിഘ്നമസ്തു. ഓം വിശ്വസ്മൈ നമ. കഴിഞ്ഞ ക്ലാസ്സിൽ 29ാമത്തെ ശ്ലോകമായിരുന്നു. അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ 275 നാമങ്ങൾ പഠിച്ചു. ഇന്ന് നമുക്ക് 30ാമത്തെ ശ്ലോകം പഠിക്കാം. 30ാമത്തെ ശ്ലോകം ആദ്യം വായിക്കാം. ഓജസ്തേജോദ്യുതിധരഃ പ്രകാശാത്മാ പ്രതാപനഃ ഋദ്ധസ്പഷ്ടാക്ഷരോ മന്ത്രഃ ചന്ദ്രാംശുർഭാസ്കരദ്യുതിഃ. ഇതിൽ 8 നാമങ്ങളുണ്ട്. നാമങ്ങൾ പറയാം. ഓജസ്തേജോദ്യുതിധരഃ പ്രകാശാത്മാ പ്രതാപനഃ ഋദ്ധഃ സ്പഷ്ടാക്ഷരഃ മന്ത്രഃ ചന്ദ്രാംശുഃ ഭാസ്കരദ്യുതിഃ. ഒന്നുകൂടെ പറയാം. ഓജസ്തേജോദ്യുതിധരഃ പ്രകാശാത്മാ പ്രതാപനഃ ഋദ്ധഃ സ്പഷ്ടാക്ഷരഃ മന്ത്രഃ ചന്ദ്രാംശുഃ ഭാസ്കരദ്യുതിഃ. ഇനി ഓരോ നാമങ്ങളെടുത്ത് അർത്ഥം നോക്കാം. ആദ്യത്തെ നാമാണ് ഓജസ്തേജോദ്യുതിധരഃ. ഓജസ് എന്ന് പറഞ്ഞാൽ ബലം, തേജസ് എന്ന് പറഞ്ഞാൽ ശൗര്യം, ദ്യുതി എന്ന് പറഞ്ഞാൽ കാന്തി, ശോഭ, ധര എന്ന് പറഞ്ഞാൽ ധരിച്ചിരിക്കുന്നവൻ. അപ്പം ഈ ബലം, ശൗര്യം, കാന്തി ഇവയെല്ലാം ഉള്ളവൻ ഓജസ്തേജോദ്യുതിധരഃ. ചിലർ ഇതിനെ 3 നാമമായിട്ടും വ്യാഖ്യാനിക്കുന്നുണ്ട്. നമ്മൾ ഒന്നായിട്ടാണ് ഒറ്റ നാമമായിട്ട് ശങ്കരാചാര്യർ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതായത് ബലം, ശൗര്യം, കാന്തി ഇവയെല്ലാം ഉള്ളവൻ എന്നർത്ഥം. ഒന്നിൽ നിന്ന് മറ്റൊന്ന് ക്രമമായിട്ടുണ്ടായതാണെങ്കിൽ ഇവ 3 നിലകളെ കുറിക്കുന്നു. അതായത് പ്രാണബലമാണ് ഓജസ്. ബലം ബലതാമസ്മി എന്ന് ഭഗവത്ഗീതയിൽ 7ാമത്തെ അധ്യായത്തിൽ 11ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ടല്ലേ. ബലങ്ങളുടെ എല്ലാം ബലം ഞാൻ തന്നെയാകുന്നു. അപ്പം പരിപൂർണ ബലവാനാണ് ഭഗവാൻ എന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ 172ാമത്തെ നാമത്തിൽ മഹാബല എന്ന്. അപ്പം ഇതും ഭഗവാൻ ബലവാനാണെന്ന് കാണിക്കുന്നു. ഇനി ഏത് പോലെ സപ്തധാതുക്കൾ അതുപോലെ പ്രവർത്തിച്ചാലാണ് പ്രാണബലം സിദ്ധിക്കുന്നതെന്ന്. ശാരീരിക നിലയിലാണ് യോഗം, ധ്യാനം എന്നിവ കൊണ്ട് ധർമാനുസൃതം, ധർമ്മമനുസരിച്ച് ജീവിച്ചാൽ ശൗര്യാദി ഗുണങ്ങളുണ്ടാകും. അത് വരുമ്പം ബാക്കിയുള്ളതൊക്കെ കൂടെ തന്നെ വരും. പിന്നെ അഭയം, തത്വസംശുദ്ധി, ദൈവിക ഗുണങ്ങൾ ഇതെല്ലാം തന്നെ ഉണ്ടാവും. ബുദ്ധിയും വികസിക്കും. അപ്പോൾ അന്ധകരണ നിലയിലാണ് ഇത്. ഇനി തൽഫലമായിട്ട് ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ഈ നിലയിലെത്തിയ യോഗികൾ, അവർക്ക് ശാന്തിയും സമാധാനവും എല്ലാം ഉണ്ട്. ദൈവികമായ കാന്തി അവർക്ക് തന്നെ ഉണ്ടാകുന്നു. ഭഗവാനിൽ ഓജസ്സും തേജസ്സും ദ്യുതിയും പരിപൂർണമായുള്ളതിനാൽ ഭഗവാന്റെ പേര് ഓജസ്തേജോദ്യുതിധരഃ എന്ന്. അപ്പോൾ ജ്ഞാനസ്വരൂപമായ ദ്യുതി എന്നാണ് ഭഗവാന്റെ പൂർണ്ണമായ പേര്. ഇനി ഉപനിഷത്തിൽ പറയുന്നു പ്രാണോ ബ്രഹ്മൈവ തേജയേവാന്ന്. എന്ന് പറഞ്ഞാലോ പ്രാണൻ ബ്രഹ്മം തന്നെയാകുന്നു, പ്രകാശം ഞാനാകുന്നു അല്ലേ. പുരുഷൻ തേജോമയനും അമൃതമയനുമാകുന്നു. അതായത് തേജോമയോ അമൃതമയ പുരുഷ എന്ന് ബൃഹദാരണ്യ ഉപനിഷത്തിലുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഭഗവാൻ ഓജസ്തേജോദ്യുതിധര ഭഗവാന്റെ പേര്. അടുത്ത നാമാണ് പ്രകാശാത്മാ. എല്ലാ പ്രകാശരൂപമായ ആത്മാവോടുകൂടിയവൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു എല്ലാ പ്രകാശങ്ങളെക്കാളും പ്രകാശമുള്ളവനാണ്. എല്ലാത്തിനും പ്രകാശം കൊടുക്കുന്നതും ഭഗവാനാണ്. ഓരോ ജീവജാലങ്ങളിലും
സൃഷ്ടിവിശേഷങ്ങളിലും എല്ലാം ആത്മാവായി സ്ഥിതി ചെയ്ത് ആ ജഡമായ ശരീരങ്ങളെ പ്രകാശിപ്പിക്കുന്നു ഭഗവാൻ. അതുകൊണ്ട് ഭഗവാന് പേര് പ്രകാശാത്മാ. അടുത്ത നാമം പ്രതാപനക. പ്രകർഷേണ താപൻ, താപനൻ, തപനൻ എന്നൊക്കെ പറയാൻ നന്നായി ചൂട് നൽകുന്നവൻ അല്ലേ. ഭഗവാനെ ആദിത്യൻ എന്ന് പറയുന്നുണ്ട്. 39ാമത്തെ ശ്ലോകത്തിലെ നാമം അതായിരുന്നു. ശിവിവിഷ്ട എന്ന് പറയുന്നുണ്ട് 273ാമത്തെ നാമത്തിൽ. പിന്നെ യഥാദിത്യ ഗതം തേജ എന്ന് ഭഗവത്ഗീത 15ാമത്തെ അധ്യായത്തിൽ 12ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ആദിത്യനിലെ തേജസ് ഞാനാവുന്നു എന്നർത്ഥം. ഇനി കൽപ്പാവസാനത്തിൽ ചണ്ഡരശ്മി ദിവാകരനായി എല്ലാ വസ്തുക്കളെയും തപിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ സംഘർഷണ രൂപത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് അർത്ഥം. അതുകൊണ്ട് ഭഗവാൻ എന്താണ്? പ്രതാപനക. പ്രതാപനക പ്രകർഷേണ താപം, അതായത് നന്നായി ചൂട് നൽകുന്നവൻ. അടുത്ത നാമം ഋദ്ധഹ, സമ്പന്നൻ എന്നർത്ഥം. അതായത് ജ്ഞാനം, ധർമ്മം, ധൈര്യം ഈ ഗുണങ്ങളെല്ലാം ധാരാളമായി ഉള്ളതുകൊണ്ട് സമ്പന്നൻ ആണ് ഭഗവാൻ. ഇനി വൃഷാകൃതി, വൃഷാഹി എന്ന പേര് നാമങ്ങൾ ഭഗവാനുണ്ട്. അപ്പോൾ ധർമ്മസ്വരൂപി ആയതിനാലും ഗോവിതാമ്പതി ആയതിനാലും ജ്ഞാനത്തിൽ അഗ്രഗണ്യനാണെന്നും നമുക്കറിയാം ഭഗവാൻ. അപ്പോൾ ഭഗവാന് ഒന്നിലും ഒരു ബന്ധവുമില്ല, പറ്റില്ല. അതുകൊണ്ട് വൈരാഗ്യം തന്നെ ഭഗവാനാണ്. അപ്പം ഇങ്ങനെ ഈ ഗുണങ്ങളുടെ എല്ലാം ആധിക്യത്താൽ ഭഗവാന്റെ പേര് ഋദ്ധ എന്ന്, ഋദ്ധൻ എന്ന്, സമ്പന്നൻ. അടുത്ത നാമം സ്പഷ്ടാക്ഷര. സ്പഷ്ടം എന്ന് പറഞ്ഞാൽ വ്യക്തം, നിശ്ചയം. ക്ഷരം എന്ന് പറഞ്ഞാൽ നശിക്കുന്നത്, അക്ഷരം എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തത്. അപ്പോൾ സ്പഷ്ടാക്ഷരം എന്ന് പറഞ്ഞാൽ വ്യക്തമായത്, അതായത് ഉദാത്ത സ്വരസഹിതമായ പ്രണവമാണ് സ്പഷ്ടാക്ഷരം. പ്രണവമന്ത്രത്തെ നമുക്ക് സ്പഷ്ടാക്ഷരം എന്ന് പറയാം. ഇനി പതഞ്ജലി യോഗസൂത്രത്തിൽ പറയുന്നു തസ്യ വാചക പ്രണവക എന്ന്. അതുകൊണ്ട് ഭഗവാൻ സ്പഷ്ടാക്ഷര, വ്യക്തമായ അക്ഷരമായവൻ. ഇനി ഓം തത് സത്, ഈ 3 തരത്തിൽ ഭഗവാനെ പറയുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാ സാരം, ഈ മന്ത്രം ഭഗവാൻ തന്നെയാണ്, മന്ത്രങ്ങളൊക്കെ ഭഗവാൻ തന്നെയാണ്. ഓം തത് സത്, ഈ 3 തരത്തിലുള്ളതും ഭഗവാൻ ഇതാണെന്ന് പറയുന്നു. അപ്പോൾ ഓം തത് സത് ഇത് നിർദ്ദേശോ ബ്രഹ്മണ ത്രിവിധ സ്മൃത എന്ന് ഭഗവത്ഗീതയിലെ 17ാം അധ്യായത്തിൽ 23ാമത്തെ നാമം. അത് അക്ഷരമാണ്. ക്ഷരം എന്ന് പറഞ്ഞാൽ നശിക്കുന്ന, അക്ഷരം എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തത്. അത് നശിക്കാത്തതാണ്, അക്ഷരമാണ് എന്ന് ഭഗവാൻ സർവ്വവ്യാപിയാണെന്നതിനും തെളിവുണ്ട്. അപ്പം യോഗികൾ വലത്തെ ചെവിയിൽ സദാ കേൾക്കുന്ന ഓങ്കാരമന്ത്രം ആണ് ഭഗവാൻ. ആ സ്പഷ്ടാക്ഷരനായ ഭഗവാനെ സ്മരിക്കുന്നത് തന്നെ ഓങ്കാരധ്യാനമാണ്. അപ്പോൾ സമാധിയിൽ ക്ഷരവസ്തുക്കളെല്ലാം നശിക്കുമ്പോൾ സ്പഷ്ടമായി അറിയാവുന്നതാണ്. അതുകൊണ്ട് ഭഗവാന്റെ പേര് സ്പഷ്ടാക്ഷര. അടുത്ത നാമം മന്ത്രക, മന്ത്രസ്വരൂപനായവൻ. വിരാടായി സ്വന്തം ശ്വാസോച്ഛ്വാസങ്ങളാൽ ഋക്ക്, യജു, സാമം തുടങ്ങിയ വേദങ്ങൾ വെളിപ്പെടുത്തിയ ഭഗവാൻ തന്നെയാണ് മന്ത്രം. മന്ത്രം എന്ന വാക്കിൻ്റെ അർത്ഥം മനനാൽ ത്രായതേ ഇതി മന്ത്രക എന്ന് പറയും. അപ്പം യാതൊന്നിനെ മനനം ചെയ്താൽ സംസാരസാഗരത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നുവോ അത് മന്ത്രം. അപ്പം ഈ മന്ത്രം മഹാവിഷ്ണു തന്നെയാണ്. അതുകൊണ്ട് ഭഗവാന് പേര് മന്ത്രക. ഇനി മന്ത്രങ്ങൾ കൊണ്ട് അറിയാൻ സാധിക്കുന്നവനെന്നും വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. സാധാരണ ഈ വാഹനത്തെ പ്രാപ്യസ്ഥാനത്തിൻ്റെ പേരിൽ പറയാറുണ്ട് അല്ലേ. അതുപോലെ ഇവിടെ മാർഗദർശിയായ ഭഗവാൻ വെളിപ്പെടുത്തിയ ആ മന്ത്രങ്ങളെന്നും നമുക്കെടുക്കാം. അതുകൊണ്ട് ഭഗവാൻ മന്ത്രക. അടുത്ത നാമം ചന്ദ്രാംശുഹു, ചന്ദ്രൻ്റെ അംശു. അംശു എന്ന് പറഞ്ഞാൽ രശ്മികളെന്നും നിലാവെന്നും ഒക്കെ അർത്ഥം. നമ്മൾ ആഹാ
ശിബിവിഷ്ട, പ്രതാപന, ഇതൊക്കെ പഠിച്ചില്ലേ? ഇതെല്ലാം അതിനെ കാണിക്കുന്നു. അതായത് ചന്ദ്രൻ്റെ രശ്മികൾ അല്ലെങ്കിൽ നിലാവ് ഭഗവാൻ ചന്ദ്രാംശുവായി ആഹ്ലാദിപ്പിക്കുന്നു ജീവജാലങ്ങളെ. അതുപോലെ ശുഭ്രമായ വെളുത്ത ആകാശത്തിൽ ചന്ദ്രനും അതിൽ നിന്നുണ്ടാകുന്ന നിലാവും തപിക്കുന്ന മനസ്സുകൾക്ക് ശാന്തിയും സമാധാനവും നൽകുന്നു. അതുകൊണ്ട് ആഹ്ലാദത്തിന് കാരണം ഭഗവാൻ തന്നെ ചന്ദ്രാംശുവായതാണ്. ഇനി സോമനായി, ചന്ദ്രാംശുവായി, രസസ്വരൂപനായി എല്ലാവിധ ഔഷധങ്ങളും വർദ്ധിപ്പിക്കുന്നതും ഭഗവാൻ തന്നെ. അതുകൊണ്ട് ഭഗവാൻ ചന്ദ്രാംശുവാണ്. ഇനി പുഷ്ണാമി ചൗഷധി സർവാഹ സോമോ ഭൂത്വ രസാത്മക എന്ന് ഭഗവത്ഗീത 15-ാം അധ്യായത്തിൽ 13-ാമത്തെ ശ്ലോകത്തിൽ എന്താണ്? സോമനായി, ചന്ദ്രാംശുവായി, രസസ്വരൂപനായി എല്ലാവിധ ഔഷധങ്ങളും വർദ്ധിപ്പിക്കുന്നു. പുഷ്ണാമി എന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിക്കുന്നു എന്നർത്ഥം. അടുത്ത നാമം ഭാസ്കരദ്യുതി. ഭാസ്കരദ്യുതി, സൂര്യപ്രകാശമായവൻ. അതായത് സർവ്വജീവജാലങ്ങളെയും പ്രകാശിപ്പിക്കുന്നത് കൊണ്ട് സൂര്യന് ഭാസ്കരൻ എന്നു പേര് ലഭിച്ചു. സൂര്യപ്രകാശം മഹാവിഷ്ണുവിൻ്റെ മഹിമയാൽ മാത്രം ഉണ്ടാകുന്നതാണ്. ശിബിവിഷ്ട എന്ന നാമത്തിൻ്റെ അർത്ഥത്തിൽ തന്നെ ഇത് വരുന്നു. അനേക കോടി സൂര്യന്മാർ ഒന്നിച്ചുദിച്ചാൽ ഉണ്ടാകുന്ന പ്രകാശ ആധിക്യത്തോടെയാണ് അർജുനന് ഭഗവാൻ തൻ്റെ വിശ്വരൂപം കാണിച്ചു കൊടുത്തത്. ഭഗവത്ഗീതയിൽ സഞ്ജയൻ പറയുന്നുണ്ട്, ദിവി സൂര്യസഹസ്രസ്യ ഭവേയുഗപദുത്ഥിത യദി ഭാസദൃശീ സാസ്യാദ് ഭാസസ്തസ്യ മഹാത്മന. ഭഗവത്ഗീത 11-ാം അധ്യായത്തിൽ 12-ാമത്തെ ശ്ലോകം. ഭാസ്കരൻ എങ്ങനെ ഇരുട്ടിനെ ഓടിച്ച് ലോകത്തിന് പ്രകാശം തരുന്നുവോ അതുപോലെ നമ്മളിലൊക്കെയുള്ള അവിദ്യയായ തമസിനെ കളഞ്ഞ് ഭാസ്കരദ്വിതിയായ മഹാവിഷ്ണു ഭക്തന്മാർക്ക് ജ്ഞാനം നൽകുന്നു എന്ന് അർത്ഥം. അതുകൊണ്ട് ഭഗവാൻ ഭാസ്കരദ്വിതി. ഇനി നമ്മൾക്ക് ഒറ്റ വാക്കിൽ അർത്ഥം നോക്കിയിട്ട് ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. അതായത് ഒറ്റ വാക്കിൽ ഓജസ്തേജോദ്യുതിധരഃ പ്രകാശാത്മാ പ്രതാപനഃ ഋദ്ധസ്പഷ്ടാക്ഷരോ മന്ത്രഃ ചന്ദ്രാംശുർഭാസ്കരദ്യുതിഃ. ഓജസ്തേജോ ദ്യുതിധരഃ, ഓജസ്, തേജസ്, ദ്യുതി അതായത് ബലം, ശൗര്യം, കാന്തി ഇവയുള്ളവൻ എന്നർത്ഥം. പ്രകാശാത്മാ, പ്രകാശരൂപമായ ആത്മാവ്. പ്രതാപനഃ, പ്രളയകാലത്ത് ചണ്ഡരശ്മിയായി അതായത് വലിയ ചൂടുള്ള സൂര്യനായി പ്രപഞ്ചത്തെ തപിപ്പിക്കുന്നവൻ. അടുത്ത ഋദ്ധഃ, ജ്ഞാനം, ധർമ്മം, ധൈര്യം എന്നിവയാൽ സമ്പന്നൻ. സ്പഷ്ടാക്ഷര, വ്യക്താക്ഷരമായ ഓങ്കാരത്തിൻ്റെ സ്വരൂപമുള്ളവൻ. മന്ത്രഃ, മന്ത്രസ്വരൂപൻ. ചന്ദ്രാംശുഹു, നിലാവ്, ദുഃഖിതർക്ക് കുളിർനിലാവ് പോലെ ആഹ്ലാദം നൽകുന്നവൻ എന്ന അർത്ഥത്തിൽ ചന്ദ്രാംശുഹു. അടുത്ത നാമം ഭാസ്കരദ്യുതി, സൂര്യരശ്മി അതായത് അന്ധകാരത്തെ അകറ്റുന്ന പ്രകാശം. അതുകൊണ്ട് ഭഗവാൻ ഭാസ്കരദ്യുതി. ഇനി ടോട്ടൽ അർത്ഥം ശ്ലോകത്തിൻ്റെ എന്താന്ന് നോക്കാം. ഓജസ്തേജോദ്യുതിധരഃ പ്രകാശാത്മാ പ്രതാപനഃ ഋദ്ധസ്പഷ്ടാക്ഷരോ മന്ത്രഃ ചന്ദ്രാംശുർഭാസ്കരദ്യുതിഃ. ബലവും ശൗര്യവും കാന്തിയുമുള്ളവനും എല്ലാ പ്രകാശങ്ങളുടെയും ആത്മാവും ആദിത്യനായും അഗ്നിയായും ചൂട് നൽകുന്നവനും സൽഗുണങ്ങളാൽ സമ്പന്നനും ഓം തത് സത് എന്ന വ്യക്തമായ അക്ഷരങ്ങളാൽ അറിയപ്പെടുന്നവനും മനനത്തിലൂടെ സംസാരമുക്തി നൽകുന്ന മന്ത്രമായവനും കുളിർനിലാവായി ഔഷധങ്ങൾ വർദ്ധിപ്പിക്കുന്നവനും ഇരുട്ടിനെ പകൽ വെളിച്ചം ആക്കിയവനും അല്ലെങ്കിൽ ഇരുട്ടകറ്റുന്ന പകൽ വെളിച്ചമായവനും മഹാവിഷ്ണു തന്നെ എന്നർത്ഥം. ഓജസ്തേജോദ്യുതിധരഃ പ്രകാശാത്മാ പ്രതാപനഃ ഋദ്ധസ്പഷ്ടാക്ഷരോ മന്ത്രഃ ചന്ദ്രാംശുർഭാസ്കരദ്യുതിഃ. ബലവും ശൗര്യവും കാന്തിയുമുള്ളവനും എല്ലാ പ്രകാശങ്ങളുടെ ആത്മാവും ആദിത്യനായും അഗ്നിയായും ചൂട് നൽകുന്നവനും സൽഗുണങ്ങളാൽ സമ്പന്നനും ഓം തത് സത് എന്ന 3 വ്യക്തമായ അക്ഷരങ്ങളാൽ അറിയപ്പെടുന്നവനും
മനനത്തിലൂടെ സംസാരമുക്തി നൽകുന്ന മന്ത്രമായവനും കുളിർനിലാവായി ഔഷധങ്ങൾ വർദ്ധിപ്പിക്കുന്നവനും ഇരുട്ടകറ്റുന്ന പകൽ വെളിച്ചമായവനും മഹാവിഷ്ണു തന്നെ എന്ന് ഈ ശ്ലോകത്തിൻ്റെ ടോട്ടൽ അർത്ഥം. അപ്പം ഇതോടുകൂടി നമ്മളുടെ ഇന്നത്തെ വിഷ്ണു സഹസ്രനാമ പഠനം കഴിഞ്ഞു. അടുത്ത ശ്ലോകമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും ഹരി ഓം. സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീനാരായണായേതി സമർപ്പയാമി. ഹരി ഓം.